നമസ്കാരം. പ്രതിവാദത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടോ, പുതിയ താമസക്കാരെ കാണാൻ പോണ്ടേ? ആ ജോക്കീസിനെ മനസ്സിലായി. ഈ ഷൂട്ടൊന്ന് തീർത്തോട്ടെ. ഇത് ഇന്ന് പോണ്ട എപ്പിസോഡാ. വഴക്കോടെങ്കിൽ ഞാൻ വിളിക്കാം. നിങ്ങളുടെ പാർട്ടിക്ക് പശുവിനെ പറ്റി പറയാൻ ഒരു പാർട്ടിനെ പറ്റി പറയാൻ എന്ത് യോഗ്യത? നിങ്ങളുടെ പാട്ടിനെ പറ്റി അനാവശ്യം പറയുന്നു. ഈ പാർട്ടിനെ പറ്റി പറയാനായിട്ടില്ല മോനെ, നീ വളർന്നിട്ടില്ല. അന്ന പതുക്കെ ഫുൾ പൊടിയാ. ഓ, ഈ അസുഖത്തിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം കേട്ടോ. വീട് വൃത്തിയാക്കി ഇടുന്നത് ഒരു അസുഖമാണോ? ആഹാ, എന്തായി കഴിഞ്ഞോ? ഏയ് ചെറുത്. ഹലോ. ഹായ്. വരൂ. ഹലോ. സോ സോറി, രാവിലെ വരാൻ പറ്റില്ല. ചെറിയ തിരക്കി പെട്ടുപോയി. താങ്ക് യു. ഇത് പ്രിയ, അതാണ് ഷാഹിദ, അൻവർ. അറിയാം, സത്യം ന്യൂസിലെ. അതെ. ആ തമ്മിത്തല്ലുണ്ടാക്കുന്ന എന്റെ ഷോയുടെ ടൈം TV, ഇഫ് യു ഡോണ്ട് മൈൻഡ്. അവിടെ. താങ്ക് യു. വീട്ടിലും തല്ലുണ്ടാക്കോ? ചോദ്യം ഉയർന്നു വരികയാണ്. എന്താണ് ചോദിച്ചോളൂ. ബീഫും പൊറോട്ടയും. ബീഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരള ജനത ഏറ്റവും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒന്നാണ് ബീഫ് ബാൻ. സുമേഷ് സോറി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഷോട്ട് കളഞ്ഞു അല്ലേ? നിന്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇടിച്ചമ്മ മരിയൊക്കെ എടുത്തേണെന്ന്. എത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയ സീനെന്ന് അത്. വേണ്ട, ബാക്കി നാളെ വർത്താനം പറയാം. ജോലിയിൽ തീരെ ആത്മാർത്ഥതയില്ലെന്നേ. ചേച്ചി നമ്മുടെ എഫ്എമ്മിൽ ഗസ്റ്റ് ആയിട്ട് വരും. അത് നല്ല ഐഡിയ കേട്ടോ. അവിടെ ഇപ്പൊ സമാധാനമായിട്ട് പോകുന്ന സൈക്കിൾ. ഭർത്താവിന് നല്ല അഭിപ്രായമാണല്ലോ. അതെ. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ പ്രിയ ഉണ്ടാക്കിയൊരു യമ്മി കേക്ക് കഴിച്ചിട്ട് പോവായിരുന്നു. കൊച്ചിയിലെ ഹോട്ട് ഷോട്ട് ബേക്കറാ. നമ്മളെക്കാളൊക്കെ നല്ല വരുമാനം. അത് കൊള്ളാലേ. ഞാനൊരു ബിസിനസ് ആണ്. നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി ആണ്. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഇവിടെ സഹായത്തിന് ഒരാളെ കിട്ടുമോ? പാർട്ട് ടൈം മതി. പാർട്ട് ടൈമേ കിട്ടൂ. എനിക്ക് വരുന്നൊരു ശോഭ ചേച്ചി ഉണ്ട്. ഞാൻ ചേച്ചിയെ വിടാം. 2 മണിക്കൂർ നിൽക്കും. പോരെ? ഇവിടെ വേണ്ട. ഞാൻ രാവിലെ പോകും. എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഇൻഫിനിറ്റി സൊല്യൂഷൻസ് HR മാനേജർ. ഓ, ദാറ്റ്സ് നൈസ്. പോവാം. ശരി, അപ്പൊ ഗുഡ് നൈറ്റ്. താങ്ക്സ് ഫോർ കമ്മിങ്. ഗുഡ് നൈറ്റ്. ഷാഹിദ പറഞ്ഞ ശോഭ ചേച്ചി. ഓ, പ്രിയ കുഞ്ഞ് ഓടാൻ പോയതാണല്ലേ? ഞാനും ഓടാറുണ്ട് ബസിന്റെ പുറകെ. ഓ, ഇത്രയൊക്കെ ചവറുണ്ടോ? ചക്കക്കുരു, ചക്കച്ചൊള, പ്ലാവഴ ഒന്നും പറയണ്ട. ഇതെവിടെയാ കളയാൻ പോകുന്നേ? അയ്യോ, എന്റെ കുഞ്ഞാ നമ്മുടെ സിറ്റിക്കാര് ചെയ്യുന്നത് പോലെ തന്നെ അപ്പുറത്തോന്റെ പറമ്പില്. അയ്യോ, ഇവിടത്തെ അടുക്കള ജോലിയും കഴിഞ്ഞ് 9 മണിക്ക് മുമ്പ് ഷാഹിദ കുഞ്ഞിന്റെ വില്ലയിലെത്തണം. ഉച്ചക്ക് മുമ്പ് തോമസ് സാറിന്റെ വീട്ടിലും. കുഞ്ഞു വാ, അടുക്കളയിലെ സാധനമൊക്കെ ഒന്ന് കാണിച്ചാ. ഓക്കെ പ്രിയ, ഞാൻ പോയി റെഡി ആവട്ടെ. രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി. നമ്മളാ പുതിയ താമസക്കാര് അല്ലയോ? 2 മാസമായിട്ട് ഞാനങ്ങ് കാനഡയിലായിരുന്നു, ഇളയ മകളുടെ കൂടെ. അപ്പുറത്തെ കറിയാച്ച സാറാ, അങ്ങേ അറ്റത്തെ വീട്. സാറൊന്നും പുതിയായിട്ട് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. അങ്ങേയറ്റത് വില്ലയിലെയാ കറിയാച്ചൻ സാർ. ജെറി. എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്ന വില്ലകളാ പിള്ളേർക്ക് വേണ്ടി. 40 വരെ പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് റേറ്റ് അങ്ങ് കൂട്ടിപ്പിടിച്ചല്ലയോ? അതെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അത് അതിന്റെ ഒരു താടിക്കാരൻ ഫാമിലിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്റെ കസിൻ വഴി. അതെങ്ങനെ മനസ്സിലാക്കി? പിന്നെ വില്ല കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം. വില്ല കൊടുക്കാനോ? അല്ല, ഞാനൊന്ന് പറഞ്ഞിട്ടതാ. അങ്ങനെ ഒരു ആലോചന മനസ്സിലെങ്ങാനും വന്നാൽ. എന്നാ ശരി, ഇടയ്ക്ക് വീട്ടിലേക്കൊന്ന് വാ എല്ലാരും കൂടെ. ഇന്നലെ ആലീസ് വിളിച്ചപ്പോ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. ഏതാലീസ്? സാറിന്റെ ഭാര്യ. മൂത്ത മോളുടെ കൂടെ അങ്ങ് US-ലാ. വൈകാതിക്ക് എത്തും. എന്നാ പിന്നെ ശരി. ശരി. അവരിങ്ങേരെ പോലെയൊന്നുമല്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവം. സമയം ഒരുപാടായി, നീ പോയി റെഡി ആയിട്ട് വാ. ഓക്കെ, ബൈ. നിന്റെ ബന്ധുവാണ്ട മഹാനാ. അയ്യോടാ.